ഹായ് ഗായ്സ്, വെൽക്കം ടു ജിഷ്ണു ഗീക്സ്. ഇന്ന് നമ്മുടെ കുബർനെറ്റിസ് ക്രാഷ് കോഴ്സിന്റെ ഡേ 5 സെക്ഷനാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്സ് എന്താണ് ഡീമൺ സെറ്റ്, എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എന്താണ് ഇൻഗ്രസ്, എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്, അതിന്റെ ഹാൻഡ്സ് ഓൺ പ്രൊജക്ട് എന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഡീമൺ സെറ്റ് എന്ന് നമുക്ക് നോക്കാം. ബേസിക്കലി നമ്മളെ പ്രൊജക്ട് നമ്മൾ ഡോക്കറൈസ് ചെയ്തിട്ട് നമ്മൾ ഓരോ വർക്കർ നോഡിലും ഈ റെപ്ലിക്കാസ് പോലെയോ അല്ലെങ്കിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും. ഇത് ഓരോരോ വർക്കർ നോഡാണ്. വർക്കർ നോഡിൽ ഒരുപാട് പോർട്സ് ഉണ്ട്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സ്ട്രാ ഒരു ഇമേജ് വേണം. എല്ലാ വർക്കർ നോഡിലും നമ്മൾ ഒരു ഇമേജ് ഒരു ഇമേജിനെ നമ്മളിപ്പോൾ ഡോക്കറിൽ ഒരു ഇമേജ് ആണെങ്കിൽ അത് കണ്ടിന്യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ വർക്കർ നോഡിലും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. സോ ഓരോ വർക്കർ നോഡ് പോയിട്ട് മാനുവലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ അതിനൊരു എന്താണ് സിമ്പിൾ വേ ആയിട്ടാണ് നമ്മളെ ഡീമൺസ് എന്നുള്ള സംഭവം കുബർനെറ്റിസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഇത് വെച്ചിട്ട് നമ്മളിപ്പോൾ ഓരോ വർക്കർ നോഡിലും നമുക്ക് എന്തൊക്കെയാണ് നടക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് മോണിറ്ററിംഗ് ടൂൾസ് ഉണ്ട്. സോ ആ മോണിറ്ററിംഗ് ടൂൾസിന്റെ പേരാണ് പ്രൊമത്തിയൂസ്, വുളോണ്ടി എന്നീ സംഭവങ്ങൾ. ഓക്കെ, ഇതാണ് പോപ്പുലർ ആയിട്ടുള്ള മോണിറ്ററിംഗ് ടൂൾസ്. ഇത് നമ്മളെ എല്ലാ വർക്കർ നോഡിലും ഇൻസ്റ്റാൾ ചെയ്യണം. കാരണം ഏത് വർക്കർ നോഡിലാണ് ഇഷ്യൂ വരുന്നത്, മോണിറ്റർ അതിന്റെ ലോഗും കാര്യങ്ങളും നോക്കാൻ. സോ നമ്മൾ ഓരോന്നിലും പോയി ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് എളുപ്പമായിട്ട് നമുക്ക് ഡീമൺ സെറ്റിന്റെ YAML ഫയൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാ വർക്കർ നോഡിലും അറ്റ് എ ടൈം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അറ്റ് എ ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർക്കർ നോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാത്തിലും മൾട്ടിപ്പിൾ കോപ്പീസ് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഈ ഡീമൺ സെറ്റിന്റെ മറ്റേ YAML ഫയലിൽ കൈൻഡ് ടൈപ്പ് എന്നുള്ള സമയത്ത് ഡീമൺ സെറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ ഹാൻഡ്സ് ഓൺ ആയിട്ട് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതിന്റെ പ്രൊമത്യൂസിന്റെ ഒക്കെ നമ്മൾ ഒരു സെക്ഷൻ ചെയ്യണമെന്നുണ്ട്. അന്നേരം കുറച്ചും കൂടി കൂടുതലായിട്ട് സെറ്റ് ആക്കി തരാം. അടുത്ത ഇൻഗ്രസ് നമ്മൾ ബേസിക്കലി നമ്മളൊരു യൂസർ നമ്മളെ വർക്കർ നോഡിലെ നമ്മളെ കണ്ടെയ്നേഴ്സ് ചെയ്ത ആപ്ലിക്കേഷനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇൻ ബിറ്റ്വീൻ സർവീസ് എന്നുള്ള ഫയലുണ്ട്. ഇതിനൊരു സ്റ്റേബിൾ IP ഉണ്ടാവും. ഈ ഒരു YAML ഫയൽ നമ്മൾ ഉപയോഗിച്ച് നമ്മൾ സർവീസ് ക്രിയേറ്റ് ചെയ്യും. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ യൂസേഴ്സ് ഇത് പണ്ടുള്ള കാലത്ത് നമ്മളെ ആപ്ലിക്കേഷനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇത് വരുമ്പോൾ നമുക്ക് ഒരുപാട് ഡൊമൈൻസ്, സബ് ഡൊമൈൻസ് വരുമ്പോൾ ഇത് ഭയങ്കര കുറച്ച് സീനാണ്. അപ്പോൾ ഇതിനൊരു സ്മാർട്ട് വേ എന്ന രീതിയിലാണ് നമ്മൾ ഇൻഗ്രസ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് വെച്ച് നമുക്ക് സ്മാർട്ട് ആയിട്ട് റൂട്ട്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് വെച്ച് ലോഡ് ബാലൻസ് ചെയ്യാം. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഒരുപാട് ഡൊമൈൻസിന്റെ സബ് ഡൊമൈൻസ് ഒക്കെ റീറൂട്ടിങ്ങിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇൻഗ്രസ്. ഓക്കെ, സോ ജസ്റ്റ് അതിന്റെ ഡീമൺ സെറ്റിന്റെ ഇൻഗ്രസിന്റെയും നമ്മുടെ ഡെഫിനേഷനും പർപ്പസും കീ ഫീച്ചേഴ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. ഇനി നമുക്ക് ഡോക്യുമെന്റേഷനും നോക്കി ഇതിന്റെ കോഡിങ് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും ഡീമൺസിന്റെയും ഇൻഗ്രസിന്റെയും. അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ കുബർനെറ്റിസ് ഡീമൺ സെറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡോക്യുമെന്റേഷൻ നിങ്ങൾക്ക് വരും. ഇതിനകത്ത് ഓരോന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞ തന്നെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതിന്റെ ഒരു ഡീമൺ സെറ്റ് YAML ഫയൽ ഉണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൈൻഡ് ഡീമൺ സെറ്റ് എന്നുള്ള ടൈപ്പാണ്. സോ അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, എക്സ്ട്രാ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു പ്രോജക്റ്റ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ വായിച്ചു നോക്കുക. അതേപോലെ തന്നെ ഇൻഗ്രസിനും ഉണ്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ട്. അതേപോലെ ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്. ഇവർ ഒഫീഷ്യലി ഫ്ലോ ചാർട്ടാണ്. ക്ലയന്റ് ഇൻഗ്രസ് മാനേജറോ ലോഡ് ബാലൻസറോ വെച്ചിട്ട് നമ്മുടെ സർവീസ് ഫയലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈ സർവീസ് ഫയലിൽ നിന്നാണ് പോർട്സിലേക്ക് കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. ഇവിടെയാണ് നമ്മുടെ ക്ലസ്റ്റർ വരുന്നത്. ഓക്കെ, കുബർനെറ്റിസ് ക്ലസ്റ്റർ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, കൂടുതലായിട്ടൊന്നുമില്ല. ഓക്കെ, സോ ഇതിന്റെ ഒരു YAML ഫയൽ ഉണ്ട്, കൈൻഡ് ഇൻഗ്രസ് ഉണ്ട്. ഓക്കെ, ഇതിന്റെ ആപ്പ് വെർഷൻ വരുന്നത് ഇങ്ങനെ ഒരു സംഭവമാണ്. ഓക്കെ, സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള നമ്മുടെ കുബർനെറ്റിസിന്റെ ഒരു ഇൻഗ്രസിന്റെയും ഡീമൺ സെറ്റിന്റെയും ഡോക്യുമെന്റേഷൻ. ഇനി നമുക്ക് ജസ്റ്റ് ഡോക്കർ റൺ ചെയ്തിട്ടിട്ട് ഇവിടെ ഈ സംഭവം ഒന്ന് കൊടുത്താൽ മതി. സംഭവം സ്റ്റാർട്ട് ആയിക്കോളും. ടൈം എടുക്കും. ആ സമയത്ത് നമുക്ക് നമ്മുടെ പ്രൊജക്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ ഫസ്റ്റ് ഡീമൺ സെറ്റ് തുടങ്ങാം. ഡീമൺ സെറ്റിൻ്റെ ഒരു സിമ്പിൾ പ്രൊജക്റ്റ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് API വേർഷനിലെ app/v1 ആണ്. കൈൻഡ് ഡീമൺ സെറ്റ് നെയിം നോഡ് എക്സ്പോർട്ടർ, ആപ്പ് നോഡ് എക്സ്പോർട്ടർ എന്ന് ജസ്റ്റ് സാമ്പിളായിട്ട് പേര് കൊടുത്തതാണ്. വേറെ സീനൊന്നുമില്ല. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു നോഡ് എക്സ്പോർട്ട് എന്നുള്ള ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഡീമൺ സെറ്റ്. പിന്നെയുള്ളത് deployment.yaml ഉണ്ട്. ഇത് ഇൻഗ്രസിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഓക്കെ, ആദ്യം ഞാൻ ഇൻഗ്രസ് എന്നാന്ന് പറയാം. ഇത് ജസ്റ്റ് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു API വേർഷൻ ഉണ്ട്. ഇൻഗ്രസ് ആണ് അതിൻ്റെ ടൈപ്പ്. പിന്നെ ബാക്കിയുള്ള കുറച്ച്
കാര്യങ്ങളുണ്ട്, അനോട്ടേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് ഇത് ഫുള്ളായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. YAML ഫയൽ ഡോക്യുമെന്റേഷനിൽ പോയി എടുത്താൽ മതി. ഓക്കെ ഓക്കെ സോ നമ്മുടെ ഡോക്കർ സ്റ്റാർട്ടായിട്ടുണ്ട്, മിനി ക്യൂബ് സ്റ്റാർട്ടായിട്ടുണ്ട്. സോ ഇതിലെ സാധനം ഇതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഡിപ്ലോയ്മെൻറ്റ് .YAML കൊടുത്തിട്ടുണ്ട്. ഓക്കെ സോ ഇതിലുള്ള സംഭവം നമ്മൾ അവിടത്തേക്ക് വിളിച്ചിട്ടുണ്ട്, വെബ് ആപ്പ് സർവീസ് എന്ന് പറഞ്ഞ സംഭവം ഇവിടെ നമ്മളിവിടെ മെറ്റാഡാറ്റയിൽ വെബ് ആപ്പ് സർവീസ് എന്ന് വിളിച്ചിട്ടുണ്ട്. ഓക്കെ ഇതിന് താഴെയായിട്ടാണ് എഴുതിയിട്ടുള്ളത്. സോ നമുക്ക് ഇത് ജസ്റ്റ് മിനി ക്യൂബ് സ്റ്റാർട്ട് ചെയ്തിടാം. ഓൾറെഡി നമ്മുടെ ഡോക്കറിൽ സ്റ്റാർട്ടാണ്. ജസ്റ്റ് ഒന്ന് ഇതിലും കൂടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ക്രോസ് ചെക്ക് ചെയ്യാം. ഓക്കെ അപ്പോൾ നമ്മൾ മിനി ക്യൂബ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ kubectl അപ്ലൈ -f നമ്മുടെ ഡീമൺ സെറ്റിൻ്റെ YAML ഫയലിൻ്റെ പേര് കൊടുക്കാം, daemon.yaml. സോറി, സ്പെല്ലിംഗ് ഉണ്ട് മിസ്റ്റേക്ക്, സോറി. ജസ്റ്റ് ഒന്ന് കറക്റ്റ് സ്പെല്ലിംഗ് തന്നെ കൊടുക്കണം. ക്രിയേറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് kubectl ഗെറ്റ് ഡീമൺ സെറ്റ്സ് സംഭവം നോഡ് എക്സ്പോർട്ടർ എന്നുള്ള പേരിൽ നമ്മളൊരു ഡീമൺ സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം ഇപ്പോൾ റണ്ണിങ്ങിലാണ്. ജസ്റ്റ് നമുക്ക് അടുത്തൊരു ടെർമിനൽ എടുത്തിട്ട് ഞാൻ അടുത്ത നമ്മുടെ മിനി ക്യൂബിൻ ഇൻഗ്രസിൻ്റെ ചെയ്യുന്നത് കാണിച്ചു തരാം. സോ ഇത് കുറച്ച് ലേഗാണ്. അതിന് മുന്നേ അത് വരുന്നതിന് മുമ്പേ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. നമ്മൾ ഇനി ഇൻഗ്രസ് നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളത് മിനി ക്യൂബിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനൊരു കമാൻഡ് ഉണ്ട്, മിനി ക്യൂബ് ആഡ് ഓൺസ് എനാബിൾ ഇൻഗ്രസ്. സോ ഈ ഒരു കമാൻഡ് അടിച്ചാൽ മാത്രമേ ആ ഒരു ഇൻഗ്രസ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ള പരിപാടി ചെയ്യാൻ പറ്റൂ. സോ അത് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് വന്നിട്ടില്ല. ഇത് വരുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് വന്നിട്ടുണ്ട്. സോ പാത്തൊന്ന് കോപ്പി ചെയ്യട്ടെ. ശരി, ഓക്കെ. സംഭവം ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ആഡ് ഓൺ ചെയ്ത ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കമാൻഡ് നോർമലി നമ്മൾ ഇത്ര സമയം ചെയ്ത പോലെ തന്നെ 2 കമാൻഡ് ഉണ്ട്, kubectl അപ്ലൈ -f ഡിപ്ലോയ്മെൻറ്റ്. ഓക്കെ deployment.yaml ജസ്റ്റ് ഇതൊന്ന് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഫൈനലി നമ്മുടെ മിനി ഇൻഗ്രസ് സ്റ്റാർട്ടായിട്ടുണ്ട്. സോ ജസ്റ്റ് നമുക്കിനി നമ്മളെ കമാൻഡ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇൻഗ്രസിൻ്റെ. സോ ജസ്റ്റ് ഇതൊന്ന് എൻ്റർ അമർത്തുക. ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത deployment.yaml ഈ ഒരു ഫയൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ സംഭവം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇൻഗ്രസിൻ്റെ ഫയലൊന്ന് റൺ ചെയ്തിടാനാണ്. ഈ ./ ആവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഓക്കെ .yaml അപ്പോൾ അതും ക്രിയേറ്റ് ആവും. കമോൺ ഇൻഗ്രസ് ക്രിയേറ്റഡ്. ഇനി നമ്മളിത് ക്രോസ് ചെക്ക് ചെയ്യാം സംഭവം വന്നിട്ടുണ്ടോ. kubectl get ingress. ഓക്കെ ഇറ്റ്സ് കമ്മിങ്, ഇറ്റ്സ് വർക്കിംഗ്. ഇൻഗ്രസ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ഫൈനലി നമ്മുടെ Day 5ൻ്റെ ടാസ്ക് ഇതൊക്കെയാണ്. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ നമ്മുടെ വീഡിയോ സെഷൻ ഒന്ന് ലൈക്കും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫീഡ്ബാക്ക് രേഖപ്പെടുത്തുക. പിന്നെ ഇന്ന് ചെയ്ത ബേസിക് കമാൻഡ്സ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക. സോ ദാറ്റ്സ് ഇറ്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.